നമസ്കാരം, ഞാൻ രഞ്ജിത്ത് ശങ്കർ. ഞാനൊരു തൃശ്ശൂരുകാരനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് 2013 ഒരുപാട് കാലത്തിന് ശേഷം എനിക്കൊരു തൃശ്ശൂർ പൂരം കൂട്ടണം എന്ന് അതേ ആഗ്രഹം തോന്നുകയും 2013 തൃശ്ശൂർ പൂരം തൃശ്ശൂരിൽ പോയെന്ന് വളരെ അടുത്തുനിന്ന് കണ്ട ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഞാൻ പുണ്യാള അഗർബത്തീസ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. അതിലെ തൃശ്ശൂർ പാട്ടും അതിലെ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പിരിറ്റും ഒക്കെ ഉണ്ടാവുന്ന ആ പൂരത്തിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷൻ എന്നാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സിനിമ തുടങ്ങുമ്പോഴൊരു ഡയലോഗുണ്ട്. ഈ ജോയ് താക്കൂൽക്കാരനും ഗ്രീനും ഒക്കെ പൂരപ്പറമ്പിൽ ഇരുന്ന് പറയുന്ന ഡയലോഗൊക്കെ ഞാൻ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലിംഗ് ആണ്. എന്നുവെച്ചാൽ ഒരു പൂരം കഴിയുമ്പോൾ ആ ടൗൺ മുഴുവൻ ഒരു പൂരപ്പറമ്പാണ്. പക്ഷേ ആർക്കും ഒരു പരാതിയില്ല. ലോകത്ത് വേറെ എവിടെയുണ്ടെങ്കിലും ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയും വേറെ അങ്ങനെ ഒരു സെറ്റപ്പില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ അതുപോലൊരു സെറ്റപ്പ് ഇപ്പൊ ദുബായിൽ നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സംഘടന പുനരാവിഷ്കരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ പൊലിമയും ആർഭാടവും എല്ലാ ആഘോഷവും ദുബായിൽ അവർ ഇന്റർപ്രറ്റ് ചെയ്ത് എന്താ പറയാ പുതിയ രീതിയിൽ അവർ ആവിഷ്കരിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 2-നാണ് എറ്റിസലാറ്റ് അക്കാഡമിയിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം. നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന സംഘടനയ്ക്കും അതിന്റെ ഓർഗനൈസേഴ്സിനും എല്ലാവിധ ആശംസകളും. എല്ലാവരും ദുബായിലെ പൂരം പങ്കുകൊള്ളുക, ഗംഭീരമാക്കുക. എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്.